പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുർമാർഗ്ഗത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. എന്റെ കർത്താവേ, നല്ല മുന്തിരിപ്പഴങ്ങൾക്ക് പകരം കാട്ടുമുന്തിരിങ്ങകളെ കായ്ച്ച ഇസ്രായേലാകുന്ന മുന്തിരിത്തോട്ടം പോലെ ഞങ്ങളുടെ ഹൃദയമാകുന്ന ഭൂമി തരിശായി തീരരുതേ. പിന്നെയോ നീ നട്ടുപിടിപ്പിച്ച മുന്തിരിവള്ളികളും നീ നട്ടുവളർത്തിയ മുന്തിരിച്ചെടികളും സന്തോഷകരമായ പഴങ്ങളെയും രസമുള്ള കനികളെയും കായ്ക്കുമാറാകണമേ. നിന്റെ പിതാവ് ഞങ്ങളിൽ സന്തോഷിക്കുകയും നിന്നോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ ഏകസാരാംശമായി ഞങ്ങളാൽ സ്തുതിക്കപ്പെടുകയും ചെയ്യണമേ. ആശോ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധം പ്രകാരം എന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. നന്നായി കഴി എന്റെ പാപങ്ങൾ തന്നെ വെളിപ്പാക്കണമേ. എന്നാൽ ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും എന്നെ നേരെയിരിക്കുന്നു. നിനക്ക് വിരോധമായതിന് ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അതുകൊണ്ട് വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അനിയായിട്ട് ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാ നീതിയിൽ നിന്ന് ഇഷ്ടപ്പെട്ടു, എന്നെ 6 ദിവസങ്ങളെ അറിയിച്ചു. നിന്റെ സോപ്പാന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ വെണ്മയാക്കണമേ. കുറച്ചമതിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്റെ തിരുമുഖം ധരിച്ച എന്റെ അതിക്രമങ്ങളെയൊക്കെ നീ മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള സൃഷ്ടിക്കണമേ, സർവ്വആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ തന്നെ തള്ളിക്കളയരുതേ, നിന്റെ ശുദ്ധാത്മാവിനെ നിൽക്കുകയും അരുതേ. നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്ഷിച്ചോളണമേ. എന്റെ നാം നീതിയെ സ്തുതിക്കും. കർത്താവേ, രാത്രികളിലേക്ക് തുറന്നു തരണമേ. എന്റെ വായുടെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സയ്യോനോട് നന്മയണമേ, ഊർശ്ലേമിന്റെ മുതലുകളെ പണിയണമേ. അപ്പോൾ നീ തലവരുകൾ ഹോമോലുകൾ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ പരിവേടത്തിന്മേ കാളകൾ ബലിയായി കരേറും. ദൈവമേ, മന്നവരും വിധിനാഥന്മാരും തന്നെ കൊല്ലാനാലോചിച്ചൊരു ദേവാ, ദയ ചെയ്തിടണമേ. സഹജമതായി ക്ലേശമതില്ലായികെ ഞങ്ങൾക്കായി ക്ലേശിച്ചോനെ ദേവാ, ദയ ചെയ്തിടണമേ. യാതനതീർത്ഥങ്ങളെ രക്ഷിപ്പാൻ സ്വയമേ യാതനയേറ്റു നീ ദേവാ, ദയ ചെയ്തിടണമേ. വിധികർത്താവായി വാഴും നേരം വിധിയേറ്റാദാമിനെ വീണ്ടൊരു ദേവാ, ദയ ചെയ്തിടണമേ. വിധിയേറ്റോ ന്യായാധിപനാഥ, ശിക്ഷിക്കരുതേ നിൻ വിധിയാൽ ദേവാ, ദയ ചെയ്തിടണമേ. ബാരയ്ക്കുമോ ശോല ബോല ബറോവ
ശുദ്ധന്മാരൊപ്പം ഞങ്ങൾ ഏകണമേ മോദം ദേവാ ദയ ചെയ്തിടണമേ പ്രിയലായിസോ. പാർക്കുമോർ എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും. രാശുകൊണ്ട് വെള്ളത്തിനെ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഭൂമിയെ പോലെ എൻ്റെ ആത്മാവ് അതിനെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എൻ്റെ ജഡവും നിനക്കായിട്ട് കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എൻ്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എൻ്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു, രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്നാൽ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു, നിന്റെ ചെറുകളുടെ നിഴലിൽ ഞാൻ മറയ്ക്കപ്പെടും. എൻ്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലത് കൈ എന്നെ താങ്ങുകയും ചെയ്തു. എന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാലിനെ ഏൽപ്പിക്കപ്പെടുകയും കുറിനറുകൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ട് ആനയുടെ ഏവനും വീഴ്ചയുണ്ടാകും എന്ന് നാളെ വായടക്കപ്പെടും. ദൈവമേ സുഖയോഗ്യമാകുന്നു. പാരയ്ക്കുമോ സ്ഫോല പോല പരോകാദേശോ തൻ കഷ്ടതയാൽ കഷ്ടതയിലും ഞങ്ങളുടെ മാനവവർഗത്തിൻ കഷ്ടത തീർത്തോരാമശിക നിൻമുൻ വന്നേ കൃപ ചെയ്യന്മേ. കഷ്ടപ്പാടുകളും മൃതിയും മൂലം പങ്കിലമാമപദത്തേനു സഭയെ വീണ്ടോനാം നാദാലിൻ വന്നേൻ കൃപ ചെയ്യന്മേ. തന്മുൻകുറിയാം ഗൂഢോക്തികളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും നിറവേറ്റാൻ വന്നു മശിഹ നിൻ വന്നേൻ കൃപ ചെയ്യന്മേ. ആദാമിനെയും മക്കളെയും രക്ഷിച്ചിടാൻ കുരിശും പീഡയുമേറ്റോനെ മുൻവാൻമേ. പാടേറും ഹൃദയാൽ അപരത്തിനും രക്ഷിച്ചതിനാൽ സർവേശ സഭ നിന്നെ കീർത്തിക്കുന്നു. നിന്നുൻ വന്നേൻ കൃപ ചെയ്യന്മേ. പാറയ്ക്കുമോ സ്ഫോല പോല പരോവന്നു കാദീശോ മെന്നോലം വാദാമിലോലം വൽമീനാമേ. മധ്യസ്നേഹത പാപവികാരത്തെ നിഹനിച്ചോനാം രക്ഷകനെ നിൻ പീഡാനുഭവം സ്തുത്യം നിൻമുൻ വന്നേൻ കൃപ ചെയ്യന്മേ. പ്രിയലായിസോ. ബാറഖിമോർ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തിന്റെ അവന്റെ കൈവേലയെ കാണിക്കുന്നു. പകൽ പകലിനെ വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രി രാത്രിക്ക് അറിയുന്നേ അറിയിക്കുകയും ചെയ്യുന്നു. അവരുടെ ശബ്ദം കേൾപ്പെടാത്ത ഭാഷയുമില്ല, വാക്കുകളുമില്ല. ഭൂമിയിലെല്ലാവരും അവിടെ അറിയിപ്പും ഭൂലോകത്തിന് അതിർത്തികളും അവരുടെ ഭക്ഷണങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. അവനവയിൽ സൂര്യന്റെ മേൽ അവന്റെ കൂടാരം അടിച്ചു, അത് തന്റെ മനവരിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ എന്ന പോലെയാകുന്നു. പരാക്രമമുള്ളവൻ എന്ന പോലെ തന്റെ വഴി ഓടുവാൻ സന്തോഷിക്കും. ആകാശനിരട്ടങ്ങളിൽ നിന്ന് പുറപ്പാടും ആകാശനിരത്തങ്ങളിൽ അതിന്റെ താങ്ങുകളുമാകുന്നു. അതിന്റെ ആവിയിൽ നിന്ന് മറവായിരിക്കുന്നത് ഒന്നുമില്ല. കർത്താവിന്റെ വേദപ്രമാണം കറയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകുന്നു. കർത്താവിന്റെ സാക്ഷ്യ വിശ്വാസയോഗ്യം ശിശുക്കളെ ജ്ഞാനമുള്ളവനാക്കുന്നതുമാകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചുവള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാകുന്നു. കർത്താവിന്റെ കൽപ്പനകൾ തിരഞ്ഞെടുക്കപ്പെട്ടതും
കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതും ആകുന്നു. കർത്താവിനെ കുറിച്ചുള്ള ഭയം വെടിപ്പുള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമാകുന്നു. കർത്താവിന്റെ ന്യായവിധികൾ സത്യമായിട്ടുള്ളയും സകലത്തിൽ നീതിയായിട്ടുള്ളയും ആകുന്നു. അവ സ്വർണ്ണത്തേക്കാളും ലർണത്തേക്കാളും ആഗ്രഹിത്തക്കവയും തേനിനേക്കാളും തേൻകട്ടേക്കാളും മാത്രമുള്ളയും ആകുന്നു. അത്രയുമുള്ള തന്റെ ദാസന് അവയാൽ സൂക്ഷിക്കപ്പെടും. അവൻ അവയെ ആചരിച്ചാൽ വളരെ പ്രതിഫലം കിട്ടും. പിഴകളെ തിരിച്ചറിയുന്നവരാര്? രഹസ്യകാര്യങ്ങളിൽ നിന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. ദാസനെ തടയണമേ. എന്റെ സഹായക്കാരനും എന്റെ രക്ഷകമായ കർത്താവേ, എന്റെ വായിലെ വചനം നിശ്ചയപ്രകാരവും എന്റെ ഹൃദയത്തിലെ ധ്യാനം എന്റെ മുമ്പാകെയും ഇരിക്കണമേ. ദൈവമേ, പാലിക്കുമോ. രക്ഷകനം നാഥൻ ശാന്തിയാമൗനം പാലികേ ശാപം പൂണ്ടോർ കൊല ചെയ്വ കൂട്ടം കൂടിയതാശ്ചര്യം വരുവിൻ ജാതികളെ അവനെ നമിക്കാം സാഷ്ടാംഗം. മണവാളൻ തന്നെ കൊന്നാൽ സ്വരിളി മണവാട്ടി പാരം സൽക്രിയ ചെയ്തോനെ ന്യായവിധിക്കായേൽപ്പിച്ച വരുവിൻ ജാതികളെ അവനെ നമിക്കാം സാഷ്ടാംഗം. കൊലപാതകയൂഥ പണമോഹത്താൽ നിർമ്മലനേൽപ്പിച്ചിടാമെന്നേവം ഗാഠമുടമ്പടിയുണ്ടാക്കി വരുവിൻ ജാതികളെ അവനെ നമിക്കാം സാഷ്ടാംഗം. സൃഷ്ടിഗണാധീശൻ പാപം ചെയ്തോരാതത്തിലേതൻ വീണ്ടും നൽകാനായി മനസാ പാടേൽപ്പാൻ വന്നോ വരുവിൻ ജാതികളെ അവനെ നമിക്കാം സാഷ്ടാംഗം. പാലിക്കുമോ. മനവോലം വാദാമിൽ വോലം ഉൽമീനാമി ബാധിച്ചോ കാശ്വാസകനാം രക്ഷകനെ ക്രൂശിന്മേൽ തൂക്കിക്കൊല്ല വൈദിക പ്രീഷന്മാർ ചേർന്നു വരുവിൻ ജാതികളെ അവനെ നമിക്കാം സാഷ്ടാംഗം. ബാരക്കുമോർ കർത്താവിനൊരു പുതിയ പാട്ടും അവൻ്റെ സ്തുതിയെ ഭൂമിയുടെ അതിൽ നിന്നും പാടുവീൻ. സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിൽ കൂടിയിരിക്കുന്നവരും കർത്താവിന് പാടുവീൻ. വനമോതിലെ ഗ്രാമങ്ങൾ സന്തോഷിക്കട്ടെ, കാതോർ മേച്ചിൽ സ്ഥലങ്ങളായിരിക്കട്ടെ. പാറകൾ കൂടിയിരിക്കുന്നവർ സ്തുതിക്കട്ടെ, അവർ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ആർത്തുകൊള്ളട്ടെ. കർത്താവിന് മഹത്വം കൊടുക്കുകയും അവന്റെ സ്തുതികളെ ദീപങ്ങളും അറിയിക്കുകയും ചെയ്യട്ടെ. കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും, അവൻ യോദ്ധാവെന്ന പോലെ വാശിയെ ജ്വലിപ്പിക്കും. അവൻ പ്രബലപ്പെട്ട് തന്റെ ശത്രുക്കളെ സംഹരിക്കും. ആകാശങ്ങളിൽ നിന്ന് ആനന്ദിപ്പീൻ, മേഘങ്ങൾ നീതിയെ തളിക്കട്ടെ. ഭൂമി തുറവിടട്ടെ, രക്ഷ വർദ്ധിക്കട്ടെ. നീതി വംശങ്ങൾക്ക് മാറാകട്ടെ. ഇവയെ സൃഷ്ടിച്ച കർത്താവ് ഞാനാകുന്നു. ആത്മീയ മണവറയിൽ നൂതന ജീവൻ നൽകീട നിൻ കൃപ നിന്നെ യാതനതൻ സ്ഥാനത്തേക്കാകർഷിച്ചു
ധന്യൻ നിന്നോടൊപ്പം ഞങ്ങളോ പീഡകൾ കൈക്കൊണ്ടിടുകയാ ഉദ്ധാനമോദം നൽകി പിതൃസന്നിധിയിൽ സാക്ഷിക്കാം ദേവേശ വിധിപതിമാർത്തൻ വിധിപതിയാ നിന്നെ മൃതിയാൽ ശിക്ഷിപ്പ ചതിയോടു പരിയാലോചിച്ചു കുടിലന്മാരാചാര്യന്മാർ ദേവേശ നിൻമൃതി ദുർഗം ഞങ്ങളെയാ ദോഷിയിൽ നിന്നും കാക്കട്ടെ നിന്റെ മുഖത്തേറ്റൊരു തുപ്പൽ ഞങ്ങളുടെ രക്ഷാപാനീയം ദേവേശ നാഥ നീ ധന്യേ ബാരിക്കുമോ ശുഭഹോല ബോല ബരോവൻ ഊഹോകാദീശോ മെന്നവോലം വാദാമിൽ പോലും ഉൽമീനാമി സ്നേഹമെഴും ശുശ്രൂഷകളെ നാദാകൈക്കൊണ്ടിടേണമേ ഈ പ്രാർത്ഥനയിൽ പ്രീതിപ്പെന്നും കൃപ ചെയ്തിടേണം ദേവേശ നാഥ നീ ധന്യേ ബാരയ്ക്കുമോർ ജാതികൾ കലഹിച്ചതും ജനങ്ങൾ വ്യർത്ഥചന്ത ചെയ്തതും എന്തിന് ഇന്നാൾ ശാപം പൂണ്ടോർ കൂട്ടം കൂടി ചതിവയ്യോ കുറ്റം ചെയ്യാത്തോനെതിരെ ആലോചിച്ചു കുറിയേലായിസോ അവർ കർത്താവിനും തന്റെ അഭിഷക്തനുമെതിരായി ആലോചിച്ചു ഇന്നാളാമേ കേട്ടൊരു കൂട്ടം പൈശൂന്യത ചതിയോടെ മർമ്മങ്ങളെ അറിയുന്നോനെ കൊല്ലാനാത്തു കുറിയേലായിസോ അവൻ അവരുടെ അമിവള്ളി മുറിച്ച് അവരുടെ മുഖം നമ്മിൽ നിന്ന് നീക്കും ഇന്നാൾ ജീവ പ്രധാനാഥൻ വീതിയിലൂടെ സഞ്ചാരം ചെയ്വതു കണ്ടപ്പോഴേറ്റം ഇടിലം കൊണ്ട കുറിയേലായിസോ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കും കർത്താവ് അവരെ നിന്ദിക്കും ഇന്നാൾ സത്യപുരോഹിതനാകും ഈശോദൻ വധശിക്ഷയ്ക്കായി പാരം രക്ത പകയുള്ളോരാലോചിച്ചു കുറിയേലായിസോ അവന്റെ കോപത്തിൽ അവർക്കെതിരെ അവൻ സംസാരിക്കും അവന്റെ ക്രോധത്തിൽ അവരെ നശിപ്പിക്കും ഇന്നാൾ ബലിയാകാനാചാര്യൻ താതൻ തൻ തിരുവുള്ളത്താൽ തന്നതാൻ വന്നേൽപ്പിച്ച ദുഷ്ടന്മാർക്കായി കുറിയേലായിസോ എന്റെ നിയമത്തെ പറ്റി വിവരിപ്പാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ നിന്ന് എൻ്റെ രാജാവിനെ ഞാൻ നിയമിച്ചു. ബാറയ്ക്കുമോ രാവിലെ പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി. ഇന്നാൾ തെരുവിൽ സത്യം
ഞാൻ പല്ലുകടിച്ചു. ആമേൻ. പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി, കർത്താവിന്റെ ഭൃത്യന്മാരുമേ സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം ആദ്യം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സകല ജാതികളുമേൽ നന്ദനും തന്റെ മഹത്വം ആകാശങ്ങൾ മീതിയുമാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവിനോട് സദൃശ്യം ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ എളിവനെ ചന്ദ്രപ്രഭുന്മാരെ കൂടെ ഉയർത്തുന്നതിന് കുപ്പിയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മച്ചായുള്ള മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ദൈവമേ സുതനക്ക് യോഗ്യമാകുമോ സ്തോമൻകാരോസ്. പാർക്കുമോ നാം എല്ലാവരും പ്രാർത്ഥിച്ച നമ്മുടെ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും എവിടാണ്ട് സദാസമയത്തും അവിടത്തേക്ക് കരേറ്റിക്കൊള്ളുവാൻ പാപികളായ അടിയങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. മിശ്രയുംകാരായ പുറജാതികളുടെ ഇടയിൽ തനിക്കായി ഒരു മുന്തിരിവള്ളി നടുകയും അതിനെ ശക്തികളാലും അത്ഭുതങ്ങളാലും പുറപ്പെടുവിക്കുകയും ചെയ്ത യഥാർത്ഥ കൃഷിക്കാരനും സത്യമായ തോട്ടത്തിന്റെ ഉടമസ്ഥനുമായ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. അത് ഭൂമിയെങ്ങും നിറയുകയും നിനക്ക് ന്യായമായിരിക്കുന്ന ഫലങ്ങളെ തരാതിരിക്കുകയും ചെയ്തു. അതിലെ വേലക്കാർ തോട്ടത്തിനകത്ത് വെച്ച നിന്റെ ദീർഘദർശിമാരെ കൊല്ലുകയും അതിന്റെ പാട്ടക്കാർ നിന്റെ വത്സലപുത്രനെ കുശിതറയ്ക്കുകയും ചെയ്തു. അതിനാൽ താൻ ആ തോട്ടത്തെ നശിപ്പിച്ച് തള്ളിക്കളയുകയും പുറജാതികൾ ചവിട്ടുമാറാക്കുകയും ചെയ്തു. അതിന് പകരം താൻ ഒരു സഭയെ സ്ഥാപിച്ചു. ഇതാ അത് അവന് മഹത്തരങ്ങളായ മധുരഫലങ്ങളെ കൊടുക്കുന്നു. തമ്പുരാനേ, പരിശുദ്ധ സഭ നിനക്ക് പ്രഭാത പ്രാർത്ഥന അർപ്പിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും നാഴികകളിലും ഉടയവനെ അടിയങ്ങളായിശോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മോശോ ദഹായ അദൃശ്യനും സകലത്തിന്റെയും നാഥനുമായ പിതാവും സർവത്തിന്റെയും സൃഷ്ടാവുമായ ദൈവമേ, ഈ കാണപ്പെടുന്ന സ്ഥൂലലോകത്തെ നീ സൃഷ്ടിക്കുകയും ഭൗമികനും സ്വർഗീയനുമായ ആദി മനുഷ്യനെ നിന്റെ മഹത്വത്തിന്റെ സ്വരൂപത്തിലും നിന്റെ ശ്രേഷ്ഠതയുടെ സാദൃശ്യത്തിലും നിർമ്മിച്ച അതിൽ രാജാവും നാഥനുമായി നീ കൽപ്പിച്ചാക്കുകയും ചെയ്തു. ദുഷ്ടന്റെ അസൂയ മൂലം നീ അവന് നിയമിച്ച കൽപ്പനകളെ അവൻ മറന്നു ലംഘിച്ചതിനാൽ അവന്റെ വാത്സലമാകുന്ന ഏതനിൽ നിന്ന് പുരുഷനാവുകയും കൈപുരസുതാൻ പരാജിതനാവുകയും ജീവവൃക്ഷത്തിന്റെ അടുക്കൽ നിന്ന് ദുഃഖകരമായ വിദേശത്തേക്ക് ഭ്രഷ്ടനാക്കപ്പെടുകയും അവന് വേണ്ടി അനേകം കഷ്ടതകൾ നീ അനുഭവിക്കുകയും സഹിക്കുകയും ചെയ്തതിനാൽ പിന്നീട് നിന്റെ കൃപാസഹായത്തിൽ നിന്ന് അവൻ വേർപിരിയാതിരിക്കുകയും ചെയ്തു. പൂർവികരായ നീതിമാന്മാരോടും അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ പ്രധാന പിതാക്കന്മാരോടുമുള്ള ഉടമ്പടി അനുസരിച്ച് പ്രജാതികളിൽ നിന്ന് നിനക്കായിട്ട് അതിനെ നീ തിരഞ്ഞെടുക്കുകയും നിന്റെ നാമം അതിന് വിളിക്കപ്പെടുകയും ചെയ്ത ഇസ്രായേലാകുന്ന നിന്റെ വത്സല ജനത്തിനു വേണ്ടി ഉടമ്പടി നിറവേറ്റുകയും കൃപ നൽകുകയും ചെയ്തു. മിസ്രൈമിൽ നിന്നുള്ള മുന്തിരിവള്ളിയെ വിസ്മരണീയമായ ശക്തികളാലും അനേകം അടയാളങ്ങളാലും നീ പുറത്ത് കൊണ്ടുവരികയും പുറജാതികളെ നശിപ്പിച്ച് അതിനെ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. അത് ഭൂമിയെ നിറയ്ക്കുകയും അതിന്റെ നെല്ലുകളാൽ പർവ്വതങ്ങളും അതിന്റെ ചില്ലകളാൽ കുന്നുകളും മൂടപ്പെടുകയും ചെയ്തു.
ആദ്യജാതനും വത്സലനുമെന്ന് വിളിക്കപ്പെട്ട വിശിഷ്ടവും ആന്തരികവുമായ ആ തോട്ടത്തിന് ചുറ്റും ന്യായപ്രമാണമാകുന്ന വേലി കെട്ടി ഉറപ്പിക്കുകയും ന്യായപ്രമാണ സംബന്ധവും നിഴലുമായ പൗരോഹിത്യ കർമ്മങ്ങളാവുന്ന ചക്ക അതിൽ കുഴിച്ചിടുകയും അതിൽ നിന്റെ വിശുദ്ധ ഉടമ്പടികളാകുന്ന ഉന്നത ഗോപുരം പണിയുകയും ദീർഘദർശിമാരാകുന്ന മഴ കൊണ്ട് അതിനെ നനച്ച് വളർത്തുകയും ഉപദേശങ്ങളും സൽപ്രവൃത്തികളും കൃഷി ചെയ്യപ്പെട്ട സൽഫലങ്ങൾ നൽകുന്നതിനായിട്ട് അതിനെ ജനത്തിലെ ചോപ്രിയന്മാരാകുന്ന സാമർഥ്യമുള്ള വേലക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു. വിളവെടുപ്പ് കാലത്ത് സൽഫലങ്ങളാകുന്ന ആദ്യഫലത്തെ വാങ്ങിക്കൊണ്ട് വരുവാനായിട്ട് വിശുദ്ധ ദീർഘദർശിമാരായ നിന്റെ ദാസന്മാരെ മടിയന്മാരായ ആ വേലക്കാരുടെ അടുക്കിലേക്ക് നീ അയച്ചു. അവരവരുടെ അഹങ്കാരം മൂലം ഫലങ്ങളെ സമർപ്പിച്ചില്ലെന്ന് മാത്രമല്ല, നിന്റെ വാത്സല്യമുള്ള ദാസന്മാരെ പീഡിപ്പിക്കുകയും ചെയ്തു. ചിലരെ അവർ ന്യായം വിധിക്കുകയും ചിലരെ അടിക്കുകയും മറ്റു ചിലരെ പീഡിപ്പിക്കുകയും ചിലരെ അപമാനിക്കുകയും ചിലരെ മുറിവേൽപ്പിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. ആ വേലക്കാർക്ക് ലജ്ജയും നാണവും തോന്നുവാൻ തക്കവണ്ണം നിന്റെ പ്രിയപുത്രനെ അവരുടെ അടുക്കിലേക്ക് നീ അയച്ചു. അവരുടെ ഇടയിൽ വിനയമുള്ളവനും സൗമ്യനുമായി കണ്ട അവർ തന്നെ അധിക്ഷേപിക്കുകയും ഭ്രാന്തനെന്നും ശമരിയാക്കാരനെന്നും വിളിക്കപ്പെടുകയും ചെയ്തു. സകല കഷ്ടതകളും തന്നെ അനുഭവിപ്പിക്കുകയും സകല അപമാനങ്ങളും എനിക്ക് പ്രതിഫലമായി നൽകുകയും ന്യായസ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുകയും പരിഹാസ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. താൻ അവകാശിയെന്ന് അവർ പറഞ്ഞപ്പോൾ അവർ തന്നെ തോട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി മരത്തിന്മേൽ കുരിശിക്കുകയും മധുരഫലങ്ങൾക്ക് പകരം കാടിയും കയ്പും തന്നെ കുടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തോട്ടത്തിന്റെ നാഥനും സ്ഥാപകനുമായ നീ ന്യായാനുസരണം അവരോട് പ്രതിപകരം ചെയ്തു. മുന്തിരിപ്പഴങ്ങൾക്ക് പകരം കാട്ടുമുന്തിരിങ്ങകളെ നൽകിയ ശപിക്കപ്പെട്ട തോട്ടത്തെ നീ വേരോടെ പറിച്ച് പുറജാതികളുടെ ചിതറിക്കുകയും ഭ്രമിപ്പിക്കുകയും ചവിട്ടേൽക്കുമാറാക്കുകയും ചെയ്തു. കാട്ടുജന്തുക്കൾ അതിൽ നിന്ന് മേയുകയും അതിന്റെ കൊമ്പുകളിൽ അഗ്നിയിടുകയും ന്യായപ്രമാണമാകുന്ന അതിന്റെ വേലിയെ നീ പൊളിച്ചു കളയുകയും അതിന്റെ ഉറപ്പുള്ള ഗോപുരത്തെ മറിച്ചിടുകയും പുരോഹിത കർമ്മങ്ങളാകുന്ന ചക്കനെ വായിച്ചു കളയുകയും അതിന് പകരം പുറജാതികളിൽ നിന്നുള്ള പുതിയ ജനങ്ങളാകുന്ന നല്ല തോട്ടം നിനക്കായിട്ട് നട്ടുണ്ടാക്കുകയും ചെയ്തു. ജാതികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഒരുവൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അവൾ നിന്റെ ഏകജാതന്റെ രക്തത്താൽ രക്ഷിക്കപ്പെടുകയും വിഗ്രഹാരാധനയാവുന്ന വഞ്ചനയിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. അവളുടെ സന്തതികൾ നിന്റെ സത്യത്തെ പാലിക്കുകയും അവളുടെ മക്കൾ ഞങ്ങളുടെ കർത്താവേ എന്ന് നിന്നെ വിളിക്കുകയും ചെയ്യുന്നു. അവൾ നിന്റെ ഏകജാതന്റെ മരണത്തിൽ അഭിനന്ദിക്കുകയും നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ ഭർത്താവില്ലാത്തവരുടെ മക്കൾ അധികം വർദ്ധിച്ചു എന്ന് ദീർഘദർശികളെ കുറിച്ച് മുൻകൂട്ടി പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നെന്നാൽ നിന്റെ വലത്ത് കൈ ഞങ്ങളുടെ മേൽ എഴുതിക്കുമാറാകണമേ. നിന്റെ ബലമുള്ള ഭുജത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ നീ നീക്കിക്കളയണമേ. നിന്റെ ബലത്താൽ ഞങ്ങളെ ദ്വേഷിക്കുന്നവരെ നീ വായിച്ച് നാമാവശേഷമാക്കണമേ. ഞങ്ങളുടെ ദൂരസ്ഥന്മാരെ നീ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ സമീപസ്ഥരെ നീ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ഇടയന്മാരെ സന്തോഷിപ്പിക്കുകയും ഞങ്ങളുടെ പട്ടക്കാരെ ആനന്ദിപ്പിക്കുകയും ഞങ്ങളുടെ ഷമ്മാശന്മാരെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ എല്ലാ കൂട്ടങ്ങളെയും പരിപാകതയുള്ളവരാക്കി തീർക്കുകയും ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള വിശ്വാസികളായ സകല പരേതരെയും നിന്റെ ഭാഗ്യമുള്ള ഭവനങ്ങളിൽ വിശ്രമിപ്പിക്കുകയും ചെയ്യണമേ. ആയത് നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ
ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. നമ്മുടെ രക്ഷകന്റെ കഷ്ടാനുഭവ ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു. താൻ തന്റെ സ്നേഹിതന്മാരോട് മനുഷ്യപുത്രൻ യെരൂശലേമിലേക്ക് പ്രവേശിക്കുവാനും മനുഷ്യരാൽ വിധിക്കപ്പെടുവാനും ഇരിക്കുന്നു എന്നരുളി ചെയ്തു. നമ്മുടെ രോഗങ്ങളെ വഹിക്കുകയും നമുക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കുകയും ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാറയ്ക്കുമോ രാവിലെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യവലിനേക്കും തന്നെ ആമീൻ. ദീർഘദർശിയായ മോശ എല്ലാവിധ അടയാളങ്ങളാലും ശക്തിയാലും മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച മുന്തിരിവള്ളി നട്ട് അതിനായി വേല ചെയ്തു. അതിൻ്റെ ഉടമസ്ഥൻ അതിൽ നിന്ന് വീഞ്ഞ് ആരാഞ്ഞു. എന്നാൽ അതേ പുളി വീഞ്ഞ് പിഴിഞ്ഞ് അവന് നൽകി. അതിനെ ഉന്മൂലനം ചെയ്ത് ചിതറിച്ച് മുറിച്ചിടുകയും സഭയെ തനിക്കായി നട്ടുണ്ടാക്കുകയും ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവൾ തന്നെ നിന്ദിക്കുന്നു. ആസന്നം തന്റെ മനുഷ്യരെ വീണ്ടിടുവാൻ വന്നിടുവോനെ എതിരേൽപ്പാൻ വരുവീൻ പീഡമരണോ ധാനങ്ങൾ ചെലോ ഡോർത്തിടാൻ പ്രിയതമയ സഭയോടാജ്ഞാപിച്ചോ ധന്യത ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ബാരക്കുമോ ശുഭഹോല ബോല ബറോവല റൂഹോ കാദീശോ ഹല്ലേലൂയ വത്സലരേ കീർത്തിപ്പാൻ നമ്മെ വിളിച്ചാൻ പിതൃഭവനി സന്തോഷിച്ചിട അവനോടൊപ്പം മഹിമാവർജിപ്പാൻ സ്നേഹത്താലേ യാതനയേറ്റിട ദീപ്തി പരത്തും ദീപങ്ങൾ പേരി പോയിടാം ശക്തി അണിഞ്ഞിടാം രക്ഷാസന്തോഷം നേടാൻ ഹല്ലേലൂയ സ്തോത്രം പാടിടാം. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യം നാഥ. സ്വർഗം കൈവേട്ടേരൻ പുത്രൻ നമ്മൾക്കായി വന്നേറ്റാൻ ഭാരം ലോകർക്കായി ക്ലേശം പൂണ്ടാൻ ക്രൂശേൽപ്പിച്ചോ അവനെ പാരം മേന്മേൽ നിന്നെ ചാക്ഷേപിച്ചു. ഗോകുൽതായാം ലക്ഷ്യസ്ഥാനേ സേനാപതി പോ തന്നാശയ്ക്കായി ആട്ടിൻ കൂട്ടത്തെ ചേർന്നോൻ
വർണ്ണിച്ചിടാൻ തരുവായി തീർന്നു ജീവൻ തിങ്ങും കായ്കൾ നേടി വ്രതീണ്ടാത്തോ വ്രതയേറ്റതിനാൽ സഭയാത്യന്തം സന്തോഷിക്കും. നിൻവീതി ചെയ്തോ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളീശ മുറിയോരാഹേ മേലൈനുവാതാരേ ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക നിന്നാശായിൻ കഷ്ടതയാൽ നേടണമവകാശം രാജ്യേ ദേവാ നാദ കൃപ തോന്നേണമൻപ ദൈവമിറങ്ങി താഴ്ചയിലെ കാതാമ്യരെ സംരക്ഷിപ്പാൻ കുറ്റം ചാത്താൻ ഉത്സുകരായി ശാപം കെട്ടിയ യൂതന്മാർ അമ്പേ ദുഷ്ടജനക്കൂട്ടം വഞ്ചതി ചെയ്യാൻ ചിന്തി കൃപ തോന്നേണമൻപ സാത്താൻ കയറി പരീശരിലും സാധുക്യന്മാരിലുമപ്പോൾ പാപവിഹീനത നിണം ചെയ്ത വഞ്ചകഘാതക ജനമാഞ്ഞു കവിളിൻ സാക്ഷികളെ നിർത്തി പഴിചാരാൻ വിധികേത്തിൽ ദേവാ ദേയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻപ ഞങ്ങൾക്കായുള്ളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക നിൻഹാശായിൻ കഷ്ടതയാ നേടണം അവകാശം രാജ്യേ ദേവാ ദേയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻപ. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ബാരക്കുമോർ നബിയന്മാരുടെ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാരക്കുമോ. Now it came to pass after these things that God tested Abraham and said to him, Abraham, and he said, Here I am. Then he said, Take now your son, your only son Isaac, whom you love, and go to the land of Moriah, and offer him there as a burnt offering on one of the mountains which I shall tell you. So Abraham rose early in the morning and saddled his donkey, and took 2 of his young men with him, and Isaac his son, and he split the wood for the burnt offering, and arose and went to the place of which God had told him. Then on the 3rd day Abraham lifted his eyes and saw the place afar off. And Abraham said to his young men, Stay here with the donkey and the lad, and I will go yonder and worship, and we will come back to you. So Abraham took the wood of the burnt offering and laid it on Isaac his son. And he took the fire in his hand and a knife, and the 2 of them went together. But Isaac spoke to Abraham his father and said, My father. And he said, Here I am, my son. Then Isaac said, Look, the fire and the wood, but where is the lamp for a burnt offering? And Abraham said, My son, God will provide for himself the lamp for a burnt offering. So the 2 of them went together. Then they came to the place of which God had told him. And Abraham built an altar there and placed the wood in order.
And he bound Isaac his son and laid him on the altar upon the wood. And Abraham stretched out his hand and took the knife to slay his son. But the angel of the Lord called to him from heaven and said, Abraham, Abraham. So he said, Here I am. And he said, Do not lay your hand on the lad or do anything to him. For now I know that you fear God, since you have not withheld your son, your only son, from me. Then Abraham lifted his eyes and looked, and there behind him was a ram caught in the thicket by its horns. So Abraham went and took the ram and offered it up for a burnt offering instead of his son. And Abraham called the name of the place, The Lord will provide. As it is said to this day, In the mount of the Lord it shall be provided. Barakmo. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. രാജാക്കന്മാരുടെ ഇടയവന് സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. For so it was that the children of Israel had sinned against the Lord their God, who had brought them up to the land of Egypt from under the hand of Pharaoh, king of Egypt, and they had feared other gods, and had walked in the statutes of the nations whom the Lord had cast out from before the children of Israel, and of the king of Israel which they had made. Also the children of Israel secretly did against the Lord their God things that were not right, and they built for themselves high places in all their cities, from watchtower to fortified cities. They set up for themselves sacred pillars and wooden images on every high hill and under every green tree. There they burned incense on the high places, like the nations whom the Lord had carried away before them. And they did wicked things to provoke the Lord to anger. For they served idols, of which Lord had said to them, You shall not do this thing. Yet the Lord testified against Israel and against Judah by all of his prophets, every seer, saying, Turn from your evil ways and keep my commandments and my statutes, according to all the law which I commanded your fathers, and which I sent to you by my servants the prophets. Nevertheless, they would not hear, but stiffened their necks, like the necks of their fathers, who did not believe in the Lord their God. And they rejected his statutes and his covenant that he had made with their fathers, and his testimonies, which he had testified against them. They followed idols, became idolaters, and went after the nations who were all around them, concerning whom the Lord had charged them that they should not do like them. ബാറക്കുമോ. മഹത്വമുള്ളവനായ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. രാജകന്മാരുടെ ഇടയവന് സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. In that day the Lord of hosts will be for a crown of glory and a diadem of beauty to the remnant of his people, for a spirit of justice to him who sits in judgment, for the strength to those who turn back the battle at the gate. But they also have erred through wine, and through intoxicating drink are out of the way. The priest and the prophet have erred through intoxicating drink. They have swallowed up the wine. They are out of the way through the intoxicating drink. They err in vision. They stumble in judgment. For all tables are full of vomit and filth. No place is clean. Whom will he teach knowledge, and whom will he make to understand the message? Those who just weaned from milk, those just drawn from the breast. For percepts must be upon percept, percept upon percept, line upon line, line upon line. Here is a little, there a little. For with stammering lips and another tongue he will speak to this people, to whom he said, This is the rest with which you may cause the weary to rest. And this is the refreshing, yet they would not hear. But the word of the Lord was to them, percept upon percept, percept upon percept, line upon line, line upon line, here a little, there a little, that they may go and fall backward and be broken and snared and caught. Barakmo. ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർപ്പോ ജാതികളിടയിൽ ഭൂതദസീമയതോളം നല്ലേവൻഗേദ്യോ കൈക്കൊള്ളുവോർക്കൊക്കെഴും
അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാരിക്കുമോർ. സ്ലീഹന്മാരുടെ ഉടയവനാശ്രയം നമ്മുടെ മേൽ നല്ല അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. And when he had remained among them more than 10 days, he went down to Caesarea, and the next day, sitting on the judgment seat, he commanded Paul to be brought. When he had come, the Jews who had come down from Jerusalem stood about and laid many serious complaints against Paul, which they could not prove. While he answered for himself, neither against the law of the Jews, nor against the temple, nor against Caesar have I offended in anything at all. But Festus, wanting to do the Jews a favor, answered Paul and said, "Are you willing to go up to Jerusalem and there be judged before me concerning these things?" Then Paul said, "I stand at Caesar's judgment seat, where I ought to be judged. To the Jews I have done no wrong, as you very well know. For if I am an offender or have committed anything worthy of death, I do not object to dying. But if there is nothing in these things of which these men accuse me, no one can deliver me to them. I appeal to Caesar." Then Festus, when he had conferred with the council, answered, "You have appealed to Caesar. To Caesar you shall go." Habibai barikimor. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകേട്ടേ ഈ ദൈവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിര വേറൊരുവൻ അറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയെ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോ പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാരയ്ക്കുമോ. ശ്ലീഹായുടെ ഉടയനാശ്രയം നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദിജാതനെ പിന്നെയും ഭൂതത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനമെന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കിയാൽ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ, നീ പൂർവ്വകാലത്തേക്ക് ഭൂമിയെ അടിസ്ഥാനമിട്ടു എന്നും, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം വസ്ത്രം പോലെ പഴുകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ നീ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്നും പറയുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവാന്മാക്കളല്ലയോ? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ബാരയ്ക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈപേറിയാനാൻ അവരുടെ മുന്തിരി
ചെയ്തുകൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ നാം കേൾക്കണം. ദൈവത്തിന് സ്തുതിയും നമ്മുടെ മേലും നിങ്ങളുടെ മേലും തന്റെ കരുണയും മനോഗുണവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും അവന്റെ അടുത്ത് എന്ന അവനോട് നീ എന്തധികാരത്താൽ ഇത് പ്രവർത്തിക്കുന്നു? ഈ അധികാരം നിനക്ക് തന്നതാര എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ഞാനും നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ ഏത് അധികാരത്തിൽ ഞാനിവ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങളോട് പറയാം. യോഹന്നാന്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് ചോദിച്ചു. അവർ ആലോചിച്ച് പരസ്പരം പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ നിങ്ങൾ അവനെ വിശ്വസിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നാം ജനത്തെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി കരുതിയിരിക്കുന്നു. പിന്നെ അവർ അവനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് അരുളി ചെയ്തു, എങ്കിൽ ഏത് അധികാരത്തിൽ ഇവ ഞാൻ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങളോടും പറയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുത്ത് എന്ന് അവനോട്, എൻ്റെ മകനെ, നീ ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, എനിക്ക് മനസ്സില്ല എന്ന് ഉത്തരം പറഞ്ഞു. പിന്നീട് അവൻ പശ്ചാത്തപിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. ആ പിതാവ് മറ്റേ പുത്രന്റെ അടുത്ത് എന്ന് അവനോടും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ അവൻ ഉത്തരവായിട്ട്, അപ്പാ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നാലോ അയാൾ പോയതുമില്ല. ഈ 2 പേരിൽ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിച്ചത് ആരാണ്? അവരവനോട് ഒന്നാമത്തവനെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ചുങ്കക്കാരും വേശ്യാ സ്ത്രീകളും നിങ്ങൾക്ക് മുമ്പേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ യോഹന്നാൻ നീതിമാർഗം നിങ്ങളെ അറിയിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യാ സ്ത്രീകളും അവനിൽ വിശ്വസിച്ചു. അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്തക്ക വിധം ഒടുവിൽ പോലും നിങ്ങൾ പശ്ചാത്തപിച്ചതുമില്ല. ശിഷ്യന്മാർ അവനോട്, ആദ്യം ഏലിയാവ് വരേണ്ടതാകുന്നുവെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ ഉത്തരമായിട്ട് അവനോട്, സകലവും നിവൃത്തിയാക്കുവാൻ ആദ്യമേ ഏലിയാവ് വരേണ്ടതാകുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാവ് വന്നു കഴിഞ്ഞു. അവരുടെ ഇഷ്ടാനുസരണം അവനോട് അവർ ചെയ്തു. അങ്ങനെ തന്നെ മനുഷ്യപുത്രനെയും അവർ പീഡിപ്പിക്കുകയും അവൻ പറഞ്ഞത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണെന്നപ്പോൾ അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ആർക്കുമോ നമ്മുടെ കർത്താവിന് ആരാധന. കർത്താവേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നതും ഉന്നതമായ നിന്റെ തിരുനാമത്തെ കീർത്തിച്ചു പാടുന്നതും പ്രഭാതകാലത്ത് നിന്റെ കൃപയും രാത്രികാലത്ത് നിന്റെ വിശ്വാസത്തെയും അറിയിക്കുന്നത് നല്ലതാകുന്നു. കർത്താവേ, പ്രഭാത സമയത്ത് ശബ്ദം നീ കേൾക്കണമേ. പ്രഭാത സമയത്ത് ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണമേ. കർത്താവേ, നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധനായ യഹോവേ, നിന്റെ വലത്ത് കൈ ഞങ്ങളുടെ മേൽ ആവസിപ്പിച്ച് നിന്റെ തിരുനാമത്തിൽ ഞങ്ങളുടെ പാപരോഗങ്ങളെ നീ സുഖപ്പെടുത്തണമേ. ആമീൻ. ആശായാൽ ഞങ്ങളെ രക്ഷിച്ചോൻ മശീഹ കൈക്കൊണ്ട ഞങ്ങളെ രക്ഷി
ന്യം ചെയ്യുക. നാദാദേ സ്തുതിയും മാനം ദാദേനും മഹിമ വന്ദനകൾ ശുദ്ധാത്മാവിനും ഉണ്ടാകുൽ കൃപ പാപികളാം ഞങ്ങളിലും മേലും ഊർശ്ശിലേം വാതിൽ ഉള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥന മശിഹ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാരിക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ, രാജ്യം വരണമേ, തിരുശുശ്രൂഷകളെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ, ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദോഷമേ എന്നോട് രാജ്യവും ശക്തിയും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വവും പിതാവ് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചതിന് സൃഷ്ടിയല്ലാത്തവനും സാരാംശപിതാവിന്റെ സമത്വമുള്ളവനും യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽപ്പെട്ട് പിതാവുപുത്രനും നീങ്ങപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീയന്മാരും സംസാരിച്ചതുമായ ജീവശുദ്ധിയുള്ള ഏകരൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകശരീരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ വരുവാനിക്ക് ലോകത്തിലെ പാർക്കുന്നു. ആമീൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ശരണമേ, നിനക്ക് സ്തുതി. 10 മണിക്ക് 3 മണി നമസ്കാരം.